മലയാള സിനിമയ്ക്ക് മുൻപ് മൃഗങ്ങളെ ആവശ്യം വന്നാൽ ഉടനെ ചെന്നൈയിലേക്ക് അളവിടുമായിരുന്നു. പക്ഷേ മുഹമ്മദ് അനസിൻ്റെ ഈ മൃഗശേഖരം ഇപ്പോൾ മലയാള സിനിമാ പ്രവർത്തകർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. വിവിധ വർഗത്തിൽപ്പെടുന്ന പൂച്ചകൾ മാത്രമല്ല, നായ്ക്കളും ആഫ്രിക്കൻ തത്തയും ഒക്കെ അനസിൻ്റെ ശേഖരത്തിലുണ്ട്. എത്ര പട്ടികളുണ്ട്? നമുക്കിപ്പോൾ ഒരു 35ഓളം വെറൈറ്റി പട്ടികളുണ്ട് നമ്മുടെ അടുത്ത്. ടോയ് ബ്രീഡ് തന്നെ ഒരു 13ഓളം ടോയ് ബ്രീഡ്സ് ഉണ്ട്. പോമറേനിയൻ തുടങ്ങി ഇപ്പോൾ മിനിയേച്ചർ ഷിബാവയാണ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ചെറിയ ഡോഗ്. അതിന് കുറച്ചുകൂടി വലുത് മിനിയേച്ചർ പിഞ്ചർ എന്ന് പറഞ്ഞൊരു ഡോഗ് ഉണ്ട്, മിൻപിൻ എന്ന് പറഞ്ഞാൽ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. അത് തുടങ്ങി വലിയ ഡോഗാണ് ഗ്രേറ്റ് ഡെയിൻ വരെ ഉണ്ട്. ഇത് ഏത് വിഭാഗത്തിൽ? ഇത് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഡോഗാണ് ഗ്രേറ്റ് ഡെയിൻ. അതിൽ ഗ്രേറ്റ് ഡെയിൻ തന്നെ ഒരു ഫീമെയിൽ ആണ്. ഇപ്പോൾ ഫീമെയിൽ ആയതുകൊണ്ട് ഇത്ര മെയിൽ ആണെങ്കിൽ നല്ല ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ടാവും. ഇത് അത് ശരിക്കും ഹണ്ടിങ് ഡോഗ്സ് ആണ്. അത് ഗ്രേറ്റ് ഡെയിൻ ഹണ്ടിങ് ഡോഗ്സാണ് യൂസ് ചെയ്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റേ പുലിയൊക്കെ സിംഹമായിട്ടൊക്കെ ഡിസ്കവറി ചാനലിൻ്റെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ അവർ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു 4 ട്രെയിൻഡ് ഡോഗ്സിനാണ് കൂടെ കൊണ്ടുപോകുന്നത്. കാരണം ഈ ലയൺസൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഡോഗ്സ് ഗ്രേറ്റ് ഡെയിൻസ് ആണ്. സിംഹവുമായിട്ട് ഏറ്റുമുട്ടാൻ തക്ക ചങ്കറപ്പുള്ളവനാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഡൈൻസ് ഒക്കെ അത്രയും ഇതില്ലെങ്കിൽ ഫോറിൻ. ശരിക്കും ഇതിന്റെ ജർമ്മനിയാണ് ഗ്രേറ്റ് ഡെയിൻ്റെ നാട്. അപ്പോൾ അവിടെ ഇതിന്റെ ഒരു ഡെഡിബിൾ സൈസ് ഉള്ള ഗ്രേറ്റ് ഡെയിൻസ് ഒക്കെ ഉണ്ട്. വേൾഡിലെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ഡോഗും ഒരു ജിപ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രേറ്റ് ഡെയിൻ തന്നെയാണ്. ഒരു ഹാർലിക്യൂൻ ഗ്രേറ്റ് ഡെയിൻ ആണ്. ഇത് ഫോൺ കളറാണ് ഗ്രേറ്റ് ഡെയിനിൽ. ഇതുപോലെ തന്നെ വേറൊരു ഒരു കളറാണ് ഹാർലിക്യൂൻ. ഈ ഹാർലിക്യൂനാണ് നമ്മുടെ ഈ ഗ്രേറ്റ് ഡെയിൻസിനും കുറച്ചും കൂടി വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോഗ് ഷോ കിടക്കുമ്പോൾ ഇത് രണ്ടും ഒരു ബ്രീഡാണെങ്കിലും ഈ ഹാർലിക്യൂൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ ഇതിനെ സെപ്പറേറ്റ് ആണ് ജഡ്ജസ് ജഡ്ജ് ചെയ്യുന്നത്. അതായത് അവരുടെ ബോഡി ലാംഗ്വേജ് കുറച്ചും കൂടി ഇതിന് ഡിഫറെൻ്റ് ആയിരിക്കും. നല്ല ബുദ്ധിയുള്ള നല്ല ഇതാണ്. ഭയങ്കര യജമാനോട് ഭയങ്കര സ്നേഹമുള്ള, നമ്മുടെ കൂടെ ലീഷിലാണ്ടൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നത്. ട്രെയിൻഡ് ഭയങ്കര ഒബീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഇവള് ഫുൾ ട്രെയിൻഡ് ആണ്. ഇവള് ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കരുതി FCA ഡോഗ് ഷോ ഉണ്ട്, വേൾഡ് ഷോ ആണത്. ചെന്നൈയിൽ നടന്നപ്പോൾ അതിൽ 4th ബെസ്റ്റ് ഓഫ് ബ്രീഡ്, അതായത് 4th ബെസ്റ്റ് ഇൻ ഷോ വന്ന ഒരു ഡോഗാണ്. ഇപ്പോൾ 4.5 വയസ്സായി. ഇതിനൊക്കെ എന്താ ആയുസുണ്ടാവും? ഗ്രേറ്റ് ഡെയിൻസിന് 12-16 വർഷം വരെ ഡോഗ്സിന് ആയുസുണ്ടെങ്കിൽ ഗ്രേറ്റ് ഡെയിൻസിന് ഒരു 7 വർഷം ആകുമ്പോഴേക്കും ഇവരുടെ നട്ടലിനെ കുറച്ച് കംപ്ലയിൻസ് വരും. ഹൈറ്റ് ഇത്രയും വെയിറ്റ് ഇവർക്ക് കാലിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തുണ്ട്. പിന്നെ അതനുസരിച്ചുള്ള കാൽസ്യം ഇഞ്ചക്ഷൻസ് ഉണ്ട് വെയിനിലേക്ക് കൊടുക്കുന്നത്. അതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ആ ഒരു കിട്ടുള്ളൂ. പിന്നെ അതനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യിപ്പിക്കണം, ഓടിക്കാം. പിന്നെ അതുപോലെ 1 മണിക്കൂറെങ്കിലും ഡെയിലി ഇതിനെ അഴിച്ചു വിട്ടിട്ട് ചെയ്യണം. ഇവളിപ്പോ 1 വയസ്സാവണുള്ളൂ. ഇവള് ഹാർലിക്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കളറാണ്. ഇപ്പൊ തന്നെ ഇതിന് 6 അടി പൊക്കമുണ്ട്. പക്ഷെ ഇവള് ഒരു 2.5 വയസ്സാകുമ്പോഴേക്കും ഒരു ഡെലിവറി ഒരു പ്രസവം കഴിയുമ്പോഴേക്കും ഇവള് ഏകദേശം ഒരു 70-80 കിലോ വെയിറ്റ് വരും. കുട്ടിയാണ് ആള്. കുട്ടിയുടെ സ്ഥിതി ഇതാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ ആണ് റെയർ കളർ ഹാർലിക്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ കുട്ടികൾക്ക് നല്ല ഇവിടെ ഇപ്പൊ നമുക്ക് ഇതിനെ ഒരു ക്രോസ് ചെയ്യുന്ന ഒരു മെയില് നമ്മുടെ അടുത്തില്ല. ഈ കളർ മെയില് നമ്മൾ പോകണമെങ്കിൽ കോയമ്പത്തൂരൊക്കെ ദൂരെ പോകേണ്ടി വരും. കാരണം തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹാർലിക്യൂൻ സൗത്ത് ഇന്ത്യയിലുള്ളത്, മെയിൽസ് ഉള്ളത്. ഇവിടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ പരിപാടിയൊക്കെ കൊണ്ടുപോകാറുണ്ട്. ഒരു വീടിന്റെ സ്വീകരണ മുറിയിലൊക്കെ ഇങ്ങനെ കിടന്നാൽ നല്ല രസമായിരിക്കും. സംവിധായകരുടെ ശ്രദ്ധയ്ക്ക് ഇത് ഏതാ ബ്രീഡ്? ഇത് ബ്രിട്ടീഷ് ബുൾഡോഗ്. അവരുടെ നാഷണൽ? അതെ, ബ്രിട്ടീഷുകാരുടെ നാഷണൽ ഡോഗാണ്. ഈ ബ്രിട്ടനിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കിട്ടും. നമ്മുടെ ഈ ഇന്ത്യയിൽ കടുവക്കുള്ള പ്രാധാന്യം, ഇന്ത്യക്കാർ കടുവക്ക് നാഷണൽ ആനിമലായിട്ട് കാണുന്ന പോലെ തന്നെ കടുവക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഡോഗായിട്ട്. അവരുടെ ഒരുപാട് ക്ലബ്ബുകളിലും അവരുടെ ഒരുപാട് ഫുട്ബോൾ ക്ലബ്ബുകളിലൊക്കെ ലോഗോ തന്നെ ഈ ഡോഗാണ്. പിന്നെ റെസ്ലിംഗ് താരങ്ങൾ, ഇവർ പൊതുവേ ഒരു റെസ്ലിംഗ് ഡോഗ് എന്ന് അറിയപ്പെടും. പണ്ട് നമ്മുടെ നാട്ടിലെ കൊത്തുകോഴിയുടെ മത്സരം പോലെ തന്നെ ഇവർ ബ്രിട്ടീഷുകാർ ഇതിനെ മത്സരങ്ങൾ ഫൈറ്റിന് യൂസ് ചെയ്യാറുണ്ട്. ഇത് കേരളത്തിൽ ഒരുപാടുണ്ട്? ഇല്ല, കേരളത്തിലാകെ വളരെ വിരലുണ്ടാവുന്ന 4-5 ഡോഗ്സ് ഉള്ളൂ. 2 നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു മെയിൽ ഫീമെയിൽ ഉണ്ട്.
എൻ്റെ ഇത് ഭയങ്കര വിലയായിരിക്കും ഇതിനല്ലേ? അതെ അതെ. ഇപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്ത് ഇതിനൊരു പ്രത്യേക കിട്ടാത്തതിന് അവൈലബിലിറ്റി ഇല്ല. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീമെയിലിന് ജീവിതത്തിലൊരു 2-3 പ്രാവശ്യമൊക്കെ ബ്രീഡ് ചെയ്ത് കിട്ടുള്ളൂ. അതും സിസേറിയനായിരിക്കും. കോംപ്ലിക്കേറ്റ്. കാരണം അതിൻ്റെ തല വലുതായതുകൊണ്ട്, ഹെഡ് സൈസ് വലുതായതുകൊണ്ട് നോർമൽ ഡെലിവറി പറ്റില്ല. 99% സിസേറിയനായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫീമെയിൽ ഉള്ളവരും അതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കാറില്ല. അവരുടെ പെറ്റിനെ സിസേറിയൻ ചെയ്യാനായിട്ടും കിറി മുറിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ നമുക്ക് വേണമെന്ന് വിചാരിച്ചാലും ഒരു ഡോഗിനെ പെട്ടെന്ന് പൈസ കൊടുത്ത് വാങ്ങണമെന്ന് വിചാരിച്ചാലും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇത്ര വില കൂടുതൽ. 1 lakhന് മുകളിലൊക്കെ വിലയുണ്ട് പുറത്തുനിന്ന്. ഇപ്പം ഇത് തായ്ലൻഡിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഡോഗാണ്. എൻ്റെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ലൈസൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട? ഡോഗ്സിന് ഇല്ല. ഡോഗ്സിന് വേണ്ട. തായ്ലൻഡിൽ നിന്ന്, ഏഷ്യൻ കൺട്രികളിൽ നിന്ന് നമുക്ക് ചെയ്യാം. യൂറോപ്യൻ കൺട്രീസിനെ കൊണ്ടുവരുമ്പോഴാണ് കുറച്ചും കൂടി എൻ്റെ